ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു സർക്കാർ ഉദ്യോഗം ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ 10ാം തരം പ്രാഥമിക പരീക്ഷ 4ാം ഘട്ട ചോദ്യപേപ്പർ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിക്കാണും. കുറേ പേർക്കൊക്കെ ആൻസർ കീയും കിട്ടിക്കാണും. അതിനു മുൻപേ ഓവറാളായിട്ട് നമുക്ക് ഈ ചോദ്യപേപ്പറിനെ ഒന്ന് വിലയിരുത്താം. 4 ഘട്ടങ്ങളിലാണ് 10ാം തരം പ്രാഥമിക പരീക്ഷ നടന്നത്. നമ്മുടെ LGS LDC പോലെയല്ല. ഈ 4 ഘട്ടങ്ങളിലെയും ഉദ്യോഗാർത്ഥികളുടെ മാർക്കിനെ വിലയിരുത്തി നോർമലൈസേഷൻ എന്ന് PSC പറയപ്പെടുന്ന ഒരു പ്രക്രിയയൊക്കെ നടത്തിയാണ് ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ മെയിൻസ് പരീക്ഷ എഴുതാൻ യോഗ്യത നേടിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതിൽ തീർച്ചയായിട്ടും 3ാം ഘട്ടക്കാർക്ക് ആനുകൂല്യം കിട്ടും എന്നുള്ളത് ഇന്നത്തെ ചോദ്യപേപ്പറിൽ നിന്നുകൂടി വ്യക്തമായി. 3ാം ഘട്ടം താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഒരുപാട് കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇന്നത്തെ ചോദ്യപേപ്പർ ആ ഒരു ചോദ്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പ്രയാസമുള്ളതായിരുന്നു. പക്ഷേ ആദ്യ 2 ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഏകദേശ നിലവാരമൊക്കെ പുലർത്തി എന്ന് പറയാം. അപ്പോൾ 3ാം ഘട്ടക്കാർക്ക് എളുപ്പമുള്ള ചോദ്യപേപ്പറിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി ചോദ്യങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ ആനുകാലിക ചോദ്യങ്ങൾ പദ്ധതികൾ ഉൾപ്പെടെ 13-14 ചോദ്യങ്ങളുണ്ടായിരുന്നു. ആനുകാലികത്തിലും പ്രസ്താവനകൾ കടന്നു വന്നു. ടോട്ടൽ 10-12 പ്രസ്താവനാ ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഭരണഘടന ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, ഒരു പക്ഷേ ഡിഗ്രി തല പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാകാം. ഹിസ്റ്ററി, ജോഗ്രഫി എനിക്ക് അത്രയും പറയാൻ പരിജ്ഞാനമില്ല. അത് ആ ഒരു ലെവലിലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു LDC പരീക്ഷയ്ക്ക് പോലും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത കുറച്ച് ആർട്ടിക്കിളുകളൊക്കെ. ഇനിയും കണക്ക്, സയൻസ്, ഇതാണ് നമ്മുടെ മേഖല. അവിടേക്ക് വരുമ്പോൾ സയൻസ് ഒരുപാട് SCERT ഒന്നും ചോദിച്ചില്ല. ഒരുപാട് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നുമില്ല. ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലെവലിലുള്ള 1-2 ചോദ്യങ്ങൾ അവയൊഴിച്ചു കഴിഞ്ഞാൽ സയൻസിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. കണക്കും ഒരു 15 ചോദ്യങ്ങൾ വരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുന്നവയായിരുന്നു. ഇനി സ്ഥിരമായിട്ടൊരു 10ാം തരം ലെവൽ അല്ലെങ്കിൽ ഒരു LGS LDC ലെവൽ എന്നുള്ള പരീക്ഷകളെ അല്ലെങ്കിൽ ആ ചോദ്യപേപ്പറെ ആശ്രയിച്ച് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 45 ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ നിന്ന് വന്നു എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഓവറാളായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ. ശരിക്കും പറഞ്ഞാൽ 70 മാർക്കൊക്കെ നല്ല സ്കോറാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു. 70 മാർക്കൊക്കെ നേടിയവർക്ക് മെയിൻസ് പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ LDC 2027 ലക്ഷ്യം വെച്ചുള്ള പഠനം നടത്തുന്നുണ്ട്. അത് 10ാം തരം മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാക്കും. നമുക്കപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങൾ, അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകൾ. ശരിയായ ജോഡി. ഓപ്ഷൻ A ആണ് ഉത്തരം. കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർത്തി സുബ്ബ, ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള, കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻ B, ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. ഓപ്ഷൻ C ആണ് ഉത്തരം. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ നഗരം കോഴിക്കോട്. അത് ഒത്തിരി പേര് എഴുതി കാണും. ആനുകാലിക ചോദ്യങ്ങളിൽ ആദ്യം അറ്റൻഡ് ചെയ്തത് ഒരുപക്ഷെ ഈ കോഡ് പേപ്പറിൽ ഈ ചോദ്യമായിരിക്കും. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ കുടുംബശ്രീ മിഷൻ. ഓപ്ഷൻ A. അടുത്തതും നല്ല പ്രയാസമുള്ള ഒരു ചോദ്യമാണ്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ശരിയായ ആശയങ്ങൾ. 2ഉം 3ഉം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. പക്ഷേ അത് വളരെ ആഴത്തിൽ ഉള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്തതും നമ്മൾ ഉത്തരം എഴുതി കാണും. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. അടുത്ത ചോദ്യം നോട്ട് ആപ്ലിക്കബിൾ ആകാൻ ചാൻസ് ഉണ്ട്, അതായത് ഡിലീറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. കേരള വിനോദസഞ്ചാരം ഇതാണ് റിപ്പീറ്റ് ചെയ്തത്.
കേരള വിനോദസഞ്ചാരവും ദേശീയ വിനോദസഞ്ചാരവുമാണ് പ്രമേയം. അത് ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഭരണഘടന 7-ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷെഡ്യൂൾ 7 കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അധികാരം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭിച്ച അംഗീകാരങ്ങളിൽ ശരിയായവ കണ്ടെത്തുക. എല്ലാം ശരിയാണ്. ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മുഴുവൻ സമയ കായിക താരം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ ഐക്കൺ. അടുത്തത് മുൻവർഷ ചോദ്യമാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം മുംബൈ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായത് റൂർക്കേല. ഓപ്ഷൻ ബി. ഇന്ത്യയിലെ 6 വരിപ്പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണം. പേര് നൽകിയിട്ടുള്ള റോഡ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കട്ട. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന താലൂക്ക്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഓപ്ഷൻ എ. ഡോക്ടർ CS കോത്താരി കമ്മീഷൻ്റെ ശുപാർശയിൽ ഉൾപ്പെടാത്തത്. ത്രിഭാഷാ പദ്ധതിയാണ് ഉൾപ്പെടാത്തത്. കേരളത്തിൻ്റെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി. പറവൂർ. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി. ഓപ്ഷൻ ഡി. ലിഗ്നൈറ്റ്. സാമൂഹിക പരിഷ്കർത്താക്കൾ അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയത് കണ്ടെത്തുക. കുമാരഗുരുദേവൻ സമത്വ സമാജം. ഓപ്ഷൻ സി ആണ് തെറ്റ്. സിന്ധു നദിയുടെ പോഷക നദികൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് നമ്മൾ പാട്ടുപാടി പഠിക്കുന്നതാണ്. ചലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇന്ത്യൻ കാർഷിക കാലങ്ങളിൽ റാബിയുടെ വിലയിളക്കൽ നവംബർ. 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ബഹദൂർ ഷാ രണ്ടാമൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോട് വിളിക്കുന്നത് ലോകമാന്യ ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. ഓപ്ഷൻ ബി. അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിനു വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം നീതി ആയോഗ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാബായി നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ എ. രാജാറാം മോഹൻ റോയി. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. ആരാധനാ സ്വാതന്ത്ര്യത്തിന് നടന്ന പ്രക്ഷോഭങ്ങളുടെ ഫലമായി ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. ഓപ്ഷൻ ഡി. ആനി ബസന്റ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. ഓപ്ഷൻ ബി. ചൗരി ചൗര. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് BD ജെട്ടി. ഓപ്ഷൻ സി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കാൻ രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം. സ്വല്പം പ്രയാസമുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്തതും ആർട്ടിക്കിൾ തന്നെയാണ്. എല്ലാവരും അങ്ങനെ പഠിക്കാൻ സാധ്യതയില്ലാത്ത ആർട്ടിക്കിൾ. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 97. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹൈക്കോടതി ജഡ്ജിയുടെ കർത്തവ്യത്തെപ്പറ്റി സംസ്ഥാന നിർമ്മാണ സഭയിൽ ചർച്ചയാകാമെന്നുള്ളത് തെറ്റാണ്. വിവരാവകാശ കമ്മീഷൻ്റെ ഘടന അത് കുറച്ച് പേരൊക്കെ എഴുതി കാണും. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, വിവരാവകാശ കമ്മീഷൻ, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ വി ഹരിനായർ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ്
NH66 മുംബൈ ഗോവ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും. അത് വ്യത്യസ്തമായൊരു ചോദ്യമാണ്. ഞാൻ അതിൻ്റെ ഉത്തരം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഓപ്ഷൻ സി ശ്രീലങ്ക. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകൾ 34. പൂക്കോട് തടാകം വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട്. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. തണ്ണീർമുക്കം ഫണ്ട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായൽ. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. വാഗൺ ട്രാജഡി. ഉത്തരം ഓപ്ഷനിലില്ല. 1921. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ VT. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് പാലിയം സത്യാഗ്രഹം. 1920 മഞ്ചേരിയിൽ നടന്നത് എത്രാമത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനമാണ്? 5ാമത്തെ. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ. ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളു അമ്മ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ. അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ഗിഫോർഡ്. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം പെരിയാസ്റ്റിയം. മനുഷ്യ ശരീരത്തിൻ്റെ കുടലിൽ ചില ബാക്ടീരിയകൾ ഈ ജീവകം നിർമ്മിക്കും. ആ ജീവകമാണ് ജീവകം K. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം നൈട്രജൻ്റെ അഭാവം. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു വൈറസ്. മെയ് 23 പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെടുന്നത് ലോക കടലാമ ദിനം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കാർഡിയോളജി കൈകാര്യം ചെയ്യുന്നത് ഹൃദയം. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബല്ലത്തിന് തകരാറ് സംഭവിച്ചു. സെറിബല്ലം ശരീരതുലന നിലയെ പാലിക്കുന്നു. അപ്പോൾ B ആണ് ആ വ്യക്തിക്ക് നടക്കുന്നത്. ശരിയായ ജോഡി. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജിറോസൺ. സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്? രാസഫലം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം 1.6. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡലുണ്ടാക്കിയത് JJ തോംസൺ. ചലിക്കും ചുരുൾ മൈക്രോഫോൺ. നടക്കുന്ന ഊർജം ശബ്ദത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. സദിശ അളവ് ദിശയുള്ള അളവ് പ്രവേഗം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന വസ്തു ടാർട്രസിൻ. ഞാൻ ഒരിക്കൽ പറഞ്ഞു ടർമറിക്കാണ് മഞ്ഞൾ, അത് വെച്ചോർക്കുക ടാർട്രസിൻ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്ക്. K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് പൊട്ടാസ്യം. ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഊർജം. ഈ 81ാമത്തെ ചോദ്യം എൻ്റെ കൺസെപ്റ്റിൽ ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. 5 സംഖ്യകളുടെ ശരാശരി 51. 5 വ്യത്യസ്തമായ സംഖ്യകൾ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവായ നമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ 40, 50, 51, 52, 53. ഏറ്റവും ചെറുത് 49 വരും. അതെനിക്കൊരു കൺഫ്യൂഷനുണ്ട്. 5 വെറും സംഖ്യകൾ നല്ല തുടർച്ചയായ സംഖ്യകൾ എന്ന് തന്നെയാണ് ചോദ്യത്തിൽ വരേണ്ടത്. 5 അക്കങ്ങളുള്ള ആകെ സംഖ്യകൾ 90,000. -1/3, -2/9, -4/3. ഇതിലെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടും. അതായത്
10 രൂപയ്ക്ക് 3 പേന വാങ്ങിയാൽ ഒരെണ്ണം വെറുതെ കിട്ടുമ്പോൾ 25% അവിടുത്തെ ഡിസ്കൗണ്ട്. ട്രാഫിക് ലൈറ്റ് യഥാക്രമം 30, 36, 48 സെക്കൻഡിൽ മാറുന്നുവെങ്കിൽ അതിൻ്റെ കൃത്യമായ ഇടവേള കണ്ടെത്താൻ 30, 36, 48 ഇതിൻ്റെ ലസാഗു കണ്ടുപിടിക്കുക. ഉത്തരം 12. 4/3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2/3. 4/3 ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ 4/3 ഇൻറ്റു 1/4 എന്നാണ് അർത്ഥം. അതായത് 3 പ്ലസ് 2/3 ഉത്തരം 1 കിട്ടും. മയൂഖ ഒരു വരിയിൽ നിന്ന് 15-മതും മുന്നിൽ നിന്ന് 16-മതും. അപ്പം മുന്നിൽ 14, പിന്നിൽ 15, മയൂഖ ഉൾപ്പെടെ 30 പേര്. അടുത്ത സംഖ്യ 3 + 1, 3ൻ്റെ സ്ക്വയർ പ്ലസ് 1, 3ൻ്റെ ക്യൂബ് പ്ലസ് 1, 3/4 + 1. അടുത്തത് 3/5 + 1, 244. ശരിയായ രീതി സംസ്ഥാനം, അത് കഴിയുമ്പോൾ ജില്ല പറയണം, പിന്നെ പഞ്ചായത്ത് പറയണം, പിന്നെ വീട്ട് നമ്പർ പറയണം. ഓസ്കാർ സിനിമയ്ക്ക്, ബുക്കർ സാഹിത്യത്തിന്. 10ൻ്റെ സ്ക്വയർ 100, 100ൻ്റെ സ്ക്വയർ 10,000. വ്യത്യസ്തമായത് ഓപ്ഷൻ ബി ത്രികോണം. ബാക്കിയെല്ലാം 4 വശങ്ങളുണ്ട്. മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിയുമ്പോൾ 2 പേരുടെയും വയസ്സിൻ്റെ തുക 40 ആകും. എങ്കിൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ്. 5 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യ ആയിരിക്കും ഉത്തരം. 30, 25. ആദ്യം 30 എടുത്ത് നോക്കുക. 2 വർഷം കഴിയുമ്പോൾ ഇപ്പം കുട്ടിക്ക് 6, അമ്മയ്ക്ക് 30. 2 വർഷം കഴിയുമ്പോൾ കുട്ടിക്ക് 8, അമ്മയ്ക്ക് 2 വർഷം കഴിയുമ്പോൾ 32. 2 പേരുടെയും കൂടെ വയസ്സിൻ്റെ തുക 40 ആകും. അപ്പോൾ 30 ഉത്തരം. ഈ ശ്രേണിയിൽ അടുത്തത് സി, ഡി ഇല്ല, ഇ, എഫ് ഇല്ല, ജി, എച്ച് ഇല്ല, ഐ വരണം. എക്സ്, ഡബ്ല്യു ഇല്ല, വി, യു ഇല്ല, ടി, അപ്പോൾ എസ് ഇല്ല, ആർ വരണം. ഐ, ആർ, എച്ച് ആണ് കറക്റ്റ്. 7.5 ഇൻറ്റു ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ആദ്യം ചെയ്യുമ്പോൾ 22, 27, 49. 0.36, 0.641. അപ്പോൾ 50 കിട്ടും. അടുത്തത് 40 കിട്ടും. 50 - 40 10. 7.5 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 75. അടുത്തത് ബോട്ട്മാസ് നിയമം. ആദ്യം ഡിവിഷൻ 2/2 1, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ 3 3 -4 + 10. ഉത്തരം 9 കിട്ടും. 2/7 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 1 പറഞ്ഞാൽ 7/7. 7/7 - 2/7 ഉത്തരം ഓപ്ഷൻ ഡി 5/7. ഇനി സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത്. സ്ക്വയർ റൂട്ട് വരുമ്പോൾ സ്ക്വയറിൽ എത്ര ദശാംശമുണ്ടോ പുറത്ത് വരുമ്പോൾ അതിൻ്റെ പകുതിയാവണം. 2ഉം 4ഉം 6 ദശാംശം, പുറത്ത് വരുമ്പോൾ 3 ദശാംശം. 25ൻ്റെ റൂട്ട് 5 .005. 2 ഒറ്റസംഖ്യകളുടെ ഗുണനഫലം 621. തുക 50. ഒറ്റസംഖ്യ വരുമ്പോൾ എക്സും എക്സ് പ്ലസ് ടുവും കൂടെ ഗുണിച്ചാൽ 621. എക്സും എക്സ്+2 കൂടെ കൂട്ടിയാൽ 50. അതിൽ നിന്ന് സമവാക്യം സോൾവ് ചെയ്യുമ്പോൾ ഉത്തരം 725. 122നെ 41 ഗുണിക്കുമ്പോൾ 5002 ആയാൽ 2 ദശാംശ സ്ഥാനം വരുമ്പോൾ 50.02. അങ്ങനെ മൊത്തത്തിലൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ 75 മാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു പരീക്ഷ. 70 മാർക്കൊക്കെ ഉള്ളവർ മെയിൻസ് എഴുതാൻ യോഗ്യത നേടും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.